ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമ്മളൊരു സൺഡേ വ്ളോഗാണ്. അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് നമ്മൾ സ്പെഷ്യലായിട്ട് ചിക്കനും ഫ്രൈഡ് റൈസും ആണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ചിക്കന് വേണ്ട ഉള്ളിയൊക്കെ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചിക്കൻ മസാലയൊക്കെ പുരട്ടി അരമണിക്കൂറായിട്ട് നമ്മൾ വെച്ചിരിക്കുന്നു. അപ്പോൾ ചിക്കൻ്റെ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. നമ്മൾ വിറകടുപ്പിലാണ് കേട്ടോ നമ്മൾ എപ്പോഴും ചിക്കൻ വെക്കാറ്. വിറകടുപ്പ് നമ്മൾ പുറത്താണ്, വീടിനകത്തല്ല കേട്ടോ, പുറത്താണ് നമ്മൾ വെച്ചിരിക്കുന്നത് കേട്ടോ. നമ്മളെപ്പോഴും ചിക്കൻ വെക്കുമ്പോൾ വിറകടുപ്പിലാണ് കേട്ടോ വെക്കുക. വിറകടുപ്പിൽ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ, അതിനൊരു പ്രത്യേക മണവും ഉണ്ടാവേ. അപ്പം നമ്മൾ ഉള്ളിയും തക്കാളിയും വഴണ്ടി വന്നപ്പോൾ നമ്മൾ അതിലോട്ട് മസാലയൊക്കെ പുരട്ടി വെച്ച ചിക്കൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. എന്തെന്ന് വെള്ളം വാർന്ന് വരുന്നവരെ നമ്മളൊന്ന് അടച്ച് വെക്കുക കേട്ടോ. അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇതാ പാറുവാണ് കേട്ടോ പുറകിൽ വന്ന് വിളിക്കുന്നത്. അവളുടെ ഒരു സ്ഥിരം പണിയാണ് കേട്ടോ അത്. അപ്പോൾ നമ്മളിതാ ചിക്കൻ അടച്ച് വെച്ചിട്ടുണ്ട്. ചിക്കൻ വെന്ത് വരുന്ന സമയത്ത് നമുക്ക് കുക്കറിൽ ഫ്രൈഡ് റൈസിനുള്ള അരി വേവിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട് അരി. അപ്പോൾ നമ്മൾ കുക്കറിലോട്ട് പട്ട, കറാമ്പൂ, ഏലക്ക ഇട്ടിട്ടൊന്ന് നെയ്യിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കഴുകി വെച്ച റൈസ് അതിലോട്ടിട്ടു. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു മുറി നാരങ്ങയും പിഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ കിച്ചൺ ഫുൾ വീഡിയോ ആയിട്ട് നമ്മളിതുവരെ കാണിച്ചിട്ടില്ല. ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ കിച്ചൻ്റെ നമ്മുടെ ഫുൾ വീഡിയോ. ഇപ്പോൾ നമ്മുടെ കുക്കറിൽ ഫ്രൈഡ് റൈസിനുള്ള അരി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചിക്കൻ ആയോ എന്ന് നോക്കാം. നമ്മുടെ ചിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പുറകിലാണ് കേട്ടോ ഈ സ്ഥലമൊക്കെ. ഇവിടെയാണ് നമ്മൾ പാറും തക്കടും കൂടി കളിക്കാറ് കേട്ടോ. കളിക്കാൻ ഇഷ്ടമുള്ള സ്ഥലം ഇതാണ് കേട്ടോ. രണ്ടുപേരും കൂടി എപ്പോഴും ഇവിടെയാണ് കളിക്കാറ്. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ റെഡിയാവുന്ന സമയത്ത് നമുക്ക് ലാസ്റ്റാണ് കേട്ടോ നമ്മൾ അതിലോട്ട് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടി വീണ്ടും ആഡ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടി നല്ല മണം കിട്ടുമേ. എന്നിട്ട് നമുക്കൊന്ന് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ചേർത്തിട്ട് ഇറക്കി വയ്ക്കാം കേട്ടോ. നമ്മൾ പുറത്തോട്ട് തീ വരുന്നതുകൊണ്ടാണ് കേട്ടോ ഒരു കലത്തിൽ വെള്ളം വെച്ചിരിക്കുന്നത്. അപ്പോൾ പാറു താഴോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഏട്ടനും അനിയത്തിയും കൂടി അടികൂടിയപ്പോൾ താഴോട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ റൈസ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രൈഡ് റൈസിനുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ, വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ ക്യാപ്സിക്കം, ബീൻസ്, ബീറ്റ്റൂട്ട് ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കണം കേട്ടോ. പിന്നെ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റി വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ റൈസ് ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ സൺഡേ ആയിട്ട് എല്ലാവരും ചിക്കനൊക്കെ എടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ മിക്കവാറും എല്ലാ വീടുകളിലും സൺഡേ ചിക്കൻ കറിയൊക്കെയാണ് കേട്ടോ വെക്കാറ്. പണ്ടൊന്നും അങ്ങനെയല്ലായിരുന്നു. മാസത്തിലോ വല്ല ഫംഗ്ഷനൊക്കെ വരുമ്പോഴാണ് ചിക്കൻ കറിയൊക്കെ വെക്കാറ്. ഇപ്പോഴൊക്കെ എല്ലാ വീടുകളിലും എല്ലാ സൺഡേയും അല്ലെങ്കിൽ ആഴ്ചയിൽ 2 തവണയൊക്കെ ചിക്കനൊക്കെ വെക്കാറുണ്ട്. നമ്മൾ ആഴ്ചയ്ക്കാണ് കേട്ടോ എടുക്കാറ് ചിക്കൻ. പിന്നെ വല്ല ഫംഗ്ഷനൊക്കെ വരുമ്പോൾ എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ വഴണ്ട് വന്ന നമ്മുടെ വെജിറ്റബിൾസിലോട്ട് കുറച്ച് സോയ സോസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ കാണിച്ചിട്ടില്ല. അപ്പോൾ എന്നിട്ട് നമ്മൾ റൈസ് അതിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പം അതിലോട്ട് അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ടിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ അതിലോട്ട് വേണമെങ്കിൽ നമുക്ക് ഫ്രൈഡ് റൈസിൽ ഇടാറില്ല. നമ്മൾ ഫ്രൈഡ് റൈസിലായതുകൊണ്ട് നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ. അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിക്കാൻ നമുക്ക് ബട്ടർ ചിക്കനും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ 1 മണിക്കൂർ മുമ്പേ മസാലയൊക്കെ പുരട്ടി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതിലോട്ട് നമ്മൾ മിൽക്കി മിസ്റ്റിൻ്റെ ബട്ടർ കൂടിയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് കേട്ടോ മിക്സാക്കി വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ചൂടാക്കുമ്പോൾ ആ എണ്ണയിലോട്ടും ഒരു പീസ് ബട്ടർ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ബട്ടർ ചിക്കൻ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ ആവശ്യത്തിന് മസാല ആയിട്ട് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചെറിയ ഉള്ളിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും മുളക് പൊടിയും മസാലയും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് 2 ടീസ്പൂൺ തൈരും ഒരു അര ലെമണും പിന്നെ 2 ടീസ്പൂൺ അരിപ്പൊടിയാണ് കേട്ടോ നമ്മൾ ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബട്ടർ ചിക്കൻ. നല്ല ടേസ്റ്റുണ്ട്. ഞാനൊരു പീസ് ആയതും റെഡി ആയതും കഴിച്ച് നോക്കിയിട്ടോ. അപ്പോൾ നമ്മുടെ സൺഡേ സ്പെഷ്യലൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്താണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ സൺഡേ വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞു. സൺഡേ നമ്മുടെ കിച്ചണൊക്കെ നീറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞാൽ കിച്ചൺ ഇതുപോലെ ആയിരിക്കും കേട്ടോ. നമ്മുടെ പുറകിലും കിച്ചണും ഇതുപോലെയാണ് കേട്ടോ. വിറകെടുത്ത് മാറ്റി കേട്ടോ. നമ്മൾ ഉപയോഗം കഴിഞ്ഞാൽ ബാക്കിയൊക്കെ എടുത്ത് വിറക് പുരയിൽ കൊണ്ട് വയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കിച്ചൺ എപ്പോഴും വൃത്തിയായി കിടക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ ഇതാണ് കേട്ടോ.